ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA വൈദ്യ പരിശോധന പൂർത്തിയാക്കി അവിടുന്ന് പുറത്ത് കടക്കാൻ നിൽക്കുന്നു. പുറത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നു. ആ ഒരു സമയത്ത് മാങ്കൂട്ടത്തിലെ MLA സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കാനുള്ള നീക്കങ്ങളും നടക്കുന്നു. അയോഗ്യനാക്കുന്നത് സംബന്ധിച്ച സ്പീക്കർ N. ഷംസീർ നിയമോപദേശം തേടുമെന്നുള്ള കാര്യം കൂടിയാണ് വ്യക്തമാകുന്നത്. കേസ് എത്തിക്സ് ആൻഡ് പ്രിവിലേജസ് കമ്മിറ്റി കൃത്യമായി പരിശോധിക്കും. MLA സ്ഥാനത്ത് തുടരുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നുമാണ് സ്പീക്കർ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് അയോഗ്യനാക്കേണ്ട നടപടികളിലേക്ക് കടക്കണമെങ്കിൽ കൃത്യമായ നിയമോപദേശം തേടേണ്ടതുണ്ട്. സ്പീക്കർ നിയമോപദേശം തേടുന്നതിലേക്ക് കടക്കുകയാണ്. ഒപ്പം ഈ കേസ് എത്തിക്സ് ആൻഡ് പ്രിവിലേജസ് കമ്മിറ്റി പരിശോധിക്കും. എത്തിക്കലായി ഇത് പരിശോധിക്കുമ്പോൾ അത് ഏത് രീതിയിൽ ധാർമ്മികമായി വിരുദ്ധമാണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ എത്തിക്സ് ആൻഡ് പ്രിവിലേജസ് കമ്മിറ്റി ഈ കേസ് പരിശോധിക്കുമ്പോൾ എത്തരത്തിലായിരിക്കും നടപടി എന്നുള്ളതും കൂടി പ്രവചിക്കാനാകുന്ന തരത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. എന്നിരുന്നാലും MLA സ്ഥാനത്ത് ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിൽ തുടരുന്നത് ഒരു തെറ്റായ സന്ദേശമാണ് നൽകുക സമൂഹത്തിന് എന്നുള്ളതും കൂടിയാണ് സ്പീക്കർ N. ഷംസീർ പറയുന്നത്. അതുകൊണ്ട് തന്നെ നിയമോപദേശം തേടുന്ന നടപടിയിലേക്ക് എത്രയും വേഗം കടക്കാൻ തന്നെയാണ് സ്പീക്കറും നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലെ MLA സ്ഥാനത്ത് നിന്നും അയോഗ്യനാക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു.